അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു ഡോക്ടറാണല്ലോ, ഈ ഒരു കോമ്പിനേഷൻ എത്ര നാളായിട്ട് കൊണ്ടു നടക്കുന്നു? എപ്പോഴാണ് ഇത് ഇങ്ങനെ ആക്കാമെന്ന് തോന്നിയത്? ഞാൻ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുമ്പോൾ തന്നെ DJ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഡോക്ടർ ആയതിനു ശേഷം 1-2 വർഷം പ്രാക്ടീസ് ചെയ്തതിനു ശേഷവും പിന്നെ മ്യൂസിക് എന്നെ വിളിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഫുൾ ടൈം മ്യൂസിക്. സാർ വിരോധമില്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കഴിക്കാട്ടോ. അഴിക്കണം. അഴിച്ചോളൂ, ആ നല്ലത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലല്ല സാർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കണ്ണി നോക്കി സംസാരിക്കണല്ലോ. എന്താ വേണ്ടേ? അപ്പോഴേക്കും കണ്ണട ഊരി ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. എന്നാ പിന്നെ നമ്മുടെ ടൈറ്റൻസിന് നിങ്ങളുടെ ആപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കൂ. അബ്സല്യൂട്ട്ലി. ഞാൻ എന്റെ സ്ഥലത്തേക്ക് പോവാം. ഷുവർ. വീണ്ടും പാട്ട് വയ്ക്കാൻ പോവാ? ഓ കൊള്ളാലോ, ഇന്ന് അടിച്ചുപൊളി പാർട്ടി. ഓൾറൈറ്റ്, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്പിൻ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാ പോരെ? ആയിക്കോട്ടെ, സോറി. അപ്പോൾ സ്പിൻ സ്വന്തം ഫോണിൽ നിന്ന് അങ്ങോട്ട് പോകുക ലൈവായിട്ട്. ദിസ് ഈസ് മൈ ആപ്പ്. ഞാനൊരു പാർട്ടിക്ക് പോകുന്ന വ്യക്തിയാണ്. ഞാൻ ക്ലബിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഈ സ്പിൻ ഡോക്ടറുടെ QR സ്കാൻ ചെയ്ത് ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും പതിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്കിവിടെ ആരാ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ സാധിക്കും. സ്പിൻ ഡോക്ടറാണ്. സാധാരണ നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഇരുട്ടത്ത് ആരാണ് പ്ലേ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. രാത്രി മുഴുവൻ നിന്ന് പാട്ട് വയ്ക്കുന്നുണ്ടോ, പക്ഷെ ഒരു റെക്കഗ്നേഷനും കിട്ടില്ല. ഇപ്പോൾ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇനി നമുക്ക് സോങ് റിക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇനി എൻ്റെ ഫേവറേറ്റ് പാട്ട്, ആ പാട്ടിനോടൊപ്പം നിങ്ങൾക്കൊരു ഷൗട്ട് ഔട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം പോകുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കായിരിക്കും. സ്പിന്നപ്പോൾ ഇവിടെ 50 രൂപയാണ് വെച്ചിരിക്കുന്നത് ഒരു പാട്ടിന്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 50 രൂപ കൊടുത്തിട്ട് ഇനി ക്യൂവിലേക്ക് വരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് സ്പിൻ ഡോക്ടറെയാണ്. അദ്ദേഹത്തിന് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യാം. സോ ഐ ഹാവ് ദി മാപ്പ് നൗ ഓൺ മൈ സൈഡ്. കാലാ ചഷ്മ പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഫാൻ ഓഫ് പ്രതീക്. ഒരു ഷൗട്ട് ഓഫ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറ്റ്സ് വെരി സിമ്പിൾ. എനിക്ക് എക്സെപ്ഷനലി ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിപ്പ് ഹോപ്പ് ഏതെങ്കിലും ഹിന്ദി സോങ് ആണ് പറയുന്നത്, അതെനിക്ക് ഫിറ്റ് ആവില്ല. അത് ഞാൻ ഇൻസ്റ്റന്റ്ലി റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് അയാളുടെ പൈസ ഉടനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ അതിപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള പാട്ടാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 30 minutes ഉണ്ട് എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഐ ഹാവ് ടു, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നൗ ഈസ് അക്സെപ്റ്റഡ് ആൻഡ് ഐ ഹാവ് 29 minutes ടു പ്ലേ. അപ്പോൾ ഷൗട്ട് ഔട്ട് തരണമെന്നുണ്ടെങ്കിൽ പ്രതീക് സാർ, നിങ്ങൾ ആള് സൂപ്പർ ആട്ടോ. ഓക്കേ ഗൈസ്, എവരിബഡി Make some noise, Titans, let's go! And once my song is played, ഞാൻ ഈ ടാസ്ക് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ദേ അവിടെ കസ്റ്റമർ സൈഡിലേക്ക് ദേ അങ്ങോട്ട് നോക്കൂ. Okay, I can read spin performance as well as, completing my request. And I goes into loop mode. I can request another song. അല്ലെങ്കിൽ എനിക്ക് സ്പിന്നിൻ്റെ പ്രൊഫൈൽ നോക്കാം, അയാളത് നൈസായിട്ട് പ്ലേ ചെയ്തോ എന്ന്. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിൽ, പിന്നെ ഇൻസ്റ്റഗ്രാമിലെ ആക്ടിവിറ്റീസ്, പിന്നെ അയാൾ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം എനിക്ക് കാണാൻ സാധിക്കും. സ്പിന്നിൻ്റെ റീമിക്സ് ആൻഡ് ക്രിയേഷൻസ് അയാൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം എനിക്ക് കാണാൻ സാധിക്കും. അതുപോലെ അയാൾ ഇനി അടുത്ത് എവിടേക്കാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ ഓഫ്ലൈൻ പ്രൊഫൈലാണ്. ഇനിയിപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കല്യാണം ആയാലും അത് സ്പിന്നിന് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബുക്കിംഗ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് സ്പിന്നിന് ഒരു ലീഡ് കിട്ടുന്നു. അതുവഴി കസ്റ്റമർ സ്പിന്ന് തമ്മിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാം. അതുവഴി അവർക്ക് ആ പ്രോഗ്രാം ഫിക്സ് ചെയ്യാം. പ്രോബ്ലം ആയിട്ട് നിങ്ങൾ പറയുന്നത് ഈ സോങ് റിക്വസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഈ സോങ് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളത് ആരുടെയും ശീലമൊന്നും അല്ലല്ലോ. ആരും അത്ര അടിമയൊന്നുമല്ലല്ലോ ശീലത്തിന്. അതിനിപ്പോ നിങ്ങളുടെ കൺസ്യൂമർ ഫീഡ്ബാക്ക് എത്രത്തോളം വന്നിട്ടുണ്ട്? മാഡം, അത് ഞങ്ങൾ ഇതിന്റെ മാർക്കറ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഇപ്പോഴും നടക്കുകയാണ്. പിന്നെ ലോട്ട് ഓഫ് ക്ലബ്സ് ഇൻ ഗോവ, നിങ്ങൾക്ക് എൻട്രി തന്നെ ഒരു ലെറ്റർ കിട്ടും. അതിൽ നിങ്ങൾക്ക് വേണ്ട പാട്ട്, നിങ്ങളുടെ പേര്, പിന്നെ 1500 രൂപ, ചിലപ്പോൾ 2000, 2500 രൂപയോ ക്യാഷ് ആയിട്ട് അവിടുത്തെ വെയിറ്ററിന് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് ആ പാട്ട് പ്ലേ ചെയ്യുന്ന സ്ഥലത്തോട്ടായിരിക്കും. അതാണ് ഇപ്പോൾ ആക്ച്വലി നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇപ്പോൾ എല്ലാ ക്ലബിലും ഒരു LED വലിയ സ്ക്രീൻ ഉണ്ടാകും. അതിലിപ്പോൾ നമുക്ക് വെൽക്കം ജിമ്മി എന്ന് എഴുതണം, അല്ലെങ്കിൽ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജിമ്മി സാർ എന്ന് എഴുതണം. അത് മാത്രമല്ല, അർച്ചന എഴുതി കാണിക്കൂ. ഒന്നുമില്ല, വെറുതെ